പക്ഷേ പിന്നീട് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നു. പോലീസ് ചർച്ചയ്ക്ക് വരുന്നില്ല. ഹൈബീഡനും അടുത്തു, DCC പ്രസിഡന്റിനും അടുത്തു. ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് ചില ആളുകൾ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, വഴി തടയുന്നു, ബസ്സിലെ യാത്രക്കാരുമായിട്ടുള്ള സംഘർഷം. അപ്പോൾ സംഘർഷം വേണമെങ്കിൽ കൈവിട്ടു പോകാം എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ നേതാക്കൾ ഇടപെട്ട് തന്നെയാണ് അണികളെ ആശ്വസിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ നേതാക്കൾ ഇടപെട്ട ആ സംഘർഷ സാധ്യത ഒഴിവാക്കുകയാണ് ചെയ്തത്. പ്രതിഷേധം ആ അർത്ഥത്തിൽ കലാപത്തിനുള്ള ഒരു ആഹ്വാനമൊന്നും ആയിരുന്നില്ല. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു. അവർ പടിയിൽ തന്നെ കുത്തിയിരുന്നു. അതിലൊക്കെ വളരെ സ്വതന്ത്രമായിട്ടാണ് അവരുടെ പ്രവർത്തകരെ. എനിക്ക് അതിൽ ആരോഗ്യകരമായി ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതുവരെ വളരെ ശക്തമായി വിട്ടുതരില്ല എന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ചു നിൽക്കുമ്പോൾ ആ പ്രവർത്തകരെ പോലീസുകാർ വളരെ സമാധാനപൂർവ്വമാണ് ഈ പ്രതിഷേധിച്ച് നിൽക്കുന്നവരുടെ മുൻപിലൂടെ ഇറക്കിക്കൊണ്ടുപോയി ബസ്സിൽ കയറ്റി അവരെ സമാധാനപൂർവ്വം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ അനുവദിച്ച് ജാമ്യം കിട്ടിയെന്നറിയുന്നതോടുകൂടി സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ നവകേരള യാത്ര അവസാനിക്കുമ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിലൊരു അനഭിലഷണീയമായൊരു ടെൻഡൻസി സർക്കാർ തുടങ്ങി വെച്ചത് അനാവശ്യമായി കേസെടുക്കുക, അനാവശ്യമായ വകുപ്പുകൾ ചുമത്തുക. അത് ആ പോലീസിങ്ങിൻ്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നുണ്ട്. പ്രതിഷേധത്തിനോടുള്ള സർക്കാരിൻ്റെ നിലപാടുകളെക്കുറിച്ചുള്ള വിമർശനം ഉയർത്തുന്നുണ്ട്. അത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഷൂ എറിഞ്ഞ ഉടനെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, കരിങ്കുടി കാണിച്ച ആൾക്കാരെ പിടിച്ച് മർദ്ദിക്കുക, അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് സമാധാനപരമായി പിരിഞ്ഞു പോകുന്ന പ്രവർത്തകർക്ക് നേരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുക. അതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ നവകേരള സദസ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ ഒന്നായിരിക്കും അത് ആയാണ് തീരുന്നത് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പ്രതിഷേധം കലാപാഹ്വാനമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ കലാപാഹ്വാനത്തിൽ കേസെടുക്കുന്ന ഒരു തമാശയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് രണ്ട് തരം സമരങ്ങളാണ് ഇവിടെ കാണുന്നത്. CPM, SFIയും DYFI ഒക്കെ നടത്തുന്ന സമരങ്ങൾ ഗൗരവത്തിലുള്ള സമരം, അത് കരിങ്കുടി സമരമായാലും നീതിക്ക് വേണ്ടിയുള്ള സമരം. ഇപ്പുറത്ത് കരിങ്കുടി കാണിക്കുകയാണെങ്കിൽ അത് മോശം സമരം, കളിയാക്കാനുള്ള സമരം, ഒരു കാര്യമില്ലാത്ത സമരം. അപ്പോൾ ഏത് സമരം ഏത് രൂപത്തിൽ ചെയ്യണമെന്നുള്ളത് ഇവിടുത്തെ സർക്കാർ തീരുമാനിക്കുമെന്നാണോ? സമരങ്ങളെ എങ്ങനെയാണ് ഈ പാർട്ടി കണ്ടിട്ടുള്ളത് എന്ന് രണ്ട് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഇരട്ട നീതിയാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഏരിയ സെക്രട്ടറി അവിടേക്ക് വന്ന ശേഷം വകുപ്പ് മാറ്റിയിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിലാണ് പ്രതിഷേധമുണ്ട്. പോലീസ് തിരിച്ചൊരു വേഷം പറയുന്നുണ്ട്. ചാനലുകളിലൂടെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ ചാടുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ വകുപ്പ് മാറ്റി. കലാപാഹ്വാനം എന്ന് പറയുക എങ്ങനെയാണ്? പ്രവർത്തകർക്ക് നേരെയുള്ളതാണ് ജാമ്യമില്ലാ കുറ്റം. ജാമ്യമില്ലാ കുറ്റം. അപ്പം ഇതേ രീതിയിൽ തന്നെ ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധത്തിലും ദൃശ്യങ്ങൾ TV-യിൽ വന്നതാണ്. ആ ദൃശ്യങ്ങൾ എന്താണ് കാണാൻ പറ്റാതിരുന്നത്? അപ്പൊ ചില ദൃശ്യങ്ങൾ ഇത് മുഖ്യമന്ത്രിക്ക് ബസ്സിൽ പോകുമ്പോൾ കണ്ടു, ഗവർണർ കാണിച്ചു കൊടുത്തായിരുന്നു DGP-ക്ക്. ഓക്കെ, അത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അത് മാത്രമല്ല ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി ബസ്സിലിരുന്നിട്ടും മുഖ്യമന്ത്രിക്ക് ചില കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നു, ചില കാഴ്ചകൾ കാണുന്നില്ലായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന ചാനലിൽ ഞാൻ അത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ ചാനൽ ആയിരിക്കാം. അപ്പൊ അത് മാത്രമേ കാണുന്നുള്ളൂ, തനിക്ക് ഇഷ്ടപ്പെട്ട ദൃശ്യങ്ങളെ കാണുകയുള്ളൂ, തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പ്രതികരിക്കുള്ളൂ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ രീതിയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതിയല്ല. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനാകാമായിരിക്കും, മുഖ്യമന്ത്രിക്ക് ചേർന്ന സമീപനമല്ല. അപ്പോൾ സമരങ്ങളോട് CPM എന്ത് സമീപനം എടുക്കുന്നു? മുമ്പ് ഇതേ പാർട്ടി ഭരിക്കുന്ന സമയത്ത് തന്നെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ ബോംബ് ഞങ്ങൾ നിർമ്മിക്കും എന്ന് വെല്ലുവിളിച്ച നേതാക്കൾ കണ്ണൂരിലുണ്ട്. അപ്പോൾ ആ വെല്ലുവിളി ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സമരങ്ങളോട് ഈ രൂപത്തിലെടുക്കുന്നത്, സമരങ്ങളോട് മാത്രമല്ല മാധ്യമപ്രവർത്തകരോടും ഏത് രൂപത്തിലാണ്? വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ സമീപനമാണ് എടുക്കുന്നത്. നമ്മൾ കണ്ടതല്ലേ, പോലീസ് ജീപ്പിന്റെ മുന്നിൽ നിന്ന് സംഹാരതാണ്ഡവും ആടുന്ന കക്ഷിയെ കണ്ടതല്ലേ. അപ്പോൾ ഇതിൽ ഏത് രൂപത്തിലാണ് ഈ നിലപാടെടുക്കുന്നതെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ BJP-യെയും BJP-യുടെ രീതികളെയും ഒക്കെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ അതേ രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുകയാണ് ഈ ഇടത് സർക്കാർ. അപ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കലാപാഹ്വാനമല്ല ഒരു പ്രതിഷേധിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അവകാശം. Meet the editors.